തലയിൽ കിടക്കുന്ന മാർക്സും വയറ്റിൽ കിടക്കുന്ന ജവാനും കൂടി ചേരുമ്പോഴാണ് ഗാന്ധിയെ തിരിച്ചറിയാൻ മാർക്സിസ്റ്റുകാരന് കഴിയാതെ വരുന്നത്. കണ്ണൂരിൽ മലപ്പട്ടത്ത് ഗാന്ധി പ്രതിമ തകർത്ത സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. നിന്റെയൊക്കെ പ്രായത്തിൽ അദ്ദേഹം കാണിച്ച രാഷ്ട്രീയ പ്രവർത്തനം ഇന്ന് നീയൊക്കെ കാണിക്കാൻ ഇറങ്ങിയാൽ നിന്ന് മുള്ളിപ്പോകും. ഓർക്കുന്നത് നന്ന്. ആയ കാലത്ത് ബ്രണ്ണൻ കോളേജിൽ വെച്ച് നിന്റെ മുന്തിയ നേതാവിന്റെ പുറത്ത് ചവിട്ടിയ പാട് ഇന്നും അവിടെ ഉണ്ടാകും എന്ന് തീക്കാറ്റായി രാഹുൽ വീശിയടിക്കുകയായിരുന്നു. നിങ്ങൾ പറഞ്ഞ ആ പല്ലുകൊഴിഞ്ഞ സിംഹമാണ് മലപ്പട്ടത്തെ MP ഗോവിന്ദിന്റെയും പിണറായി വിജയന്റെയും MP മെമ്പർ ഓഫ് പാർലമെന്റ്. മലപ്പട്ടത്ത് കോൺഗ്രസ് സ്ഥാപിച്ച ഗാന്ധി പ്രതിമ തകർക്കുകയും തുടർന്ന് കോൺഗ്രസ് അത് പുനർനിർമ്മിക്കുന്നതിനിടെ വീണ്ടും CPMകാർ ഗാന്ധി പ്രതിമ തകർത്തതിനെ ചൊല്ലി വ്യാപക സംഘർഷം ആ പ്രദേശത്ത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. മഹാത്മാഗാന്ധിയെ ചരിത്രസ്മൃതികളിൽ നിന്നും മായ്ക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന BJPയുടെ നയമാണോ CPMന്റേതും എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഗാന്ധി പ്രതിമയോട് ഇത്രയും അസഹിഷ്ണുത CPMകാർക്ക്. യൂത്ത് കോൺഗ്രസിന്റെ അമരക്കാരനായ രാഹുൽ മാങ്കൂട്ടം ഒരു തികഞ്ഞ യോദ്ധാവിനെ പോലെയാണ് കണ്ണൂർ മലപ്പട്ടത്ത് കോൺഗ്രസിന് വേണ്ടിയും ഗാന്ധിക്ക് വേണ്ടിയും പോരാടിയത്. ഇതൊരു തുടക്കമാണ്. യൂത്ത് കോൺഗ്രസിൽ നിന്നും ആരംഭിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിലേക്കുള്ള പോരാട്ടങ്ങളുടെ തിരികൊളുത്തുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. അതിനെ എണ്ണയൊഴിച്ച് ആളിക്കത്തിച്ചുകൊണ്ടാണ് അബിൻ വർക്കി ചാനൽ ചർച്ചയിൽ വീശിയടിച്ചത്. CPMന്റെ യുവ നേതാവിന്റെ വായിൽ നാവ് കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ അബിൻ വർക്കി കത്തിക്കയറുകയായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പടക്കുതിരകൾക്ക് കുതിച്ചു കയറാൻ കോൺഗ്രസിന്റെ ഗാന്ധി ആദർശമുണ്ട്, അല്ലാതെ രക്തദൂഷിതമായ ബോംബും കത്തിയുമല്ല ഞങ്ങളുടെ ആയുധമെന്ന് കോൺഗ്രസ് യുവ നേതൃത്വം വിളിച്ചു പറയുകയാണ്. കേരളത്തിൽ അത് CPMനെ കുറച്ചൊന്നുമല്ല വിരളെ കൊള്ളിക്കുന്നത്. പരസ്യമായി മാങ്കൂട്ടം CPMനെ വെല്ലുവിളിച്ച് പറഞ്ഞു, കണ്ണൂർ മലപ്പട്ടത്ത് കോൺഗ്രസ് ഗാന്ധി പ്രതിമ സ്ഥാപിക്കുക തന്നെ ചെയ്യും. തടയാൻ ചങ്കൂറ്റമുള്ള CPMകാരൻ വാ കാണട്ടെ എന്ന് രാഹുൽ മാങ്കൂട്ടം പറയുമ്പോൾ അത് ആളിക്കത്താൻ സാധ്യതയുള്ള ഒരു തീയാണെന്ന് വേണം കരുതാൻ. നാളെ യൂത്ത് കോൺഗ്രസിന്റെ സിംഹഗർജനം മാത്രമല്ല, ആ ഗർജന പ്രകമ്പനത്താൽ AKG മന്ദിരത്തിന്റെ ചുമരുകൾ പോലും വിറങ്ങലിക്കുമെന്നത് ഉറപ്പാണ്. വളരെ പക്വതയോടെ പ്രതിമ തകർത്തതിനെ സമീപിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രകോപിപ്പിച്ച് വെല്ലുവിളിച്ചപ്പോഴാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ചുട്ട മറുപടിയുമായി രംഗത്ത് വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസും കേരളത്തിൽ ശക്തി പ്രാപിക്കുമെന്നതിന്റെ തെളിവാണ് ഈ യുവ നേതാക്കളുടെ പ്രതികരണങ്ങൾ. ഇനിയൊരു യൂത്ത് കോൺഗ്രസുകാരന്റെയോ കോൺഗ്രസിന്റെയോ നേരെ CPMകാരന്റെ ആക്രോശം ഉണ്ടായാൽ യൂത്ത് കോൺഗ്രസ് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നതിന്റെ തെളിവാണ് യുവ നേതാവിന്റെ മറുപടിയിലൂടെ വെളിവാകുന്നത്. അങ്ങനെ വെറുതെ നോക്കിയിരിക്കുന്ന കാലം കഴിഞ്ഞു. തങ്ങളുടെ ആദർശധീരന്മാരായ പിൻഗാമികളുടെ പാതയിൽ ഞങ്ങൾ പുതിയ കാലത്തിന്റെ പോരാളികളായി കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ മുന്നിട്ടിറങ്ങുകയാണ്. സർവാധിപന് വേണ്ടി ചാവേറുകളായി വരുന്ന അടിമകളാണ് ഇന്ന് CPMന്റെ യുവനിര. എന്നാൽ മറുവശത്ത് നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് ആവട്ടെ AK ആന്റണി, ഉമ്മൻചാണ്ടി, VM സുധീരൻ എന്ന പഴയകാല നേതാക്കളുടെ അതേ അച്ചിൽ വാർത്ത ആളുകൾ തന്നെയാണ്. അണുവിട വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തവരും അവരെ നയിക്കുന്ന ഈ കൊച്ചനുജൻ ഒരു കില്ലാടി തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.